ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമല്ലെന്ന് സുരേഷ് ഗോപി എം.പി. പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന്, എന്നാൽ താൻ അങ്ങനെ കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് വ്യക്തമായി അറിയുന്ന ആളെന്ന നിലയ്ക്ക് പുതിയ ദൗത്യം നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് താൻ കരുതുന്നത്. തിരുവനന്തപുരത്തെ 3 മാസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് നേരിട്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താൻ. കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിനെ ബാറ്റൺ കൈമാറിയതു മുതൽ സൈദ്ധാന്തികമായ വിപ്ലവത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയാകൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുൻകാല ബി.ജെ.പി. അധ്യക്ഷന്മാർ ഓരോ പടിയാണ് പാർട്ടിയെ ഉയർത്തിയതെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതുക്കും മേലെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ പല പ്രദേശങ്ങളും നമുക്ക് എടുക്കാനുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കേരളം മൊത്തം നമ്മൾ എടുക്കുമെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷം നൽകുന്നതാണെന്നും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. ബലിദാനികളുടെ ത്യാഗമോർത്ത് മുന്നോട്ട് പോകും. കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട്? കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ സംരംഭങ്ങൾ വരുന്നില്ല? കേരളത്തിൽ വികസന മുരടിപ്പാണെന്നും രാജീവ് പറഞ്ഞു. കേരളം മാറേണ്ടതുണ്ടെന്നും അവസരങ്ങൾ ഇല്ലെങ്കിൽ യുവാക്കൾ നിൽക്കില്ല. നിക്ഷേപമുള്ള കേരളമാണ് ആവശ്യം. വികസന സന്ദേശം ഓരോ വീട്ടിലും എത്തണം. എൻ.ഡി.എ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തണം. അതാണ് തന്റെ ദൗത്യം പൂർത്തിയാക്കിയേ താൻ മടങ്ങൂ എന്നും വികസിത കേരളത്തിനായി തന്റെ മുഴുവൻ സമയവും സമർപ്പിക്കുകയാണെന്നും രാജീവ് പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു തീരുമാനം. നേരത്തെ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, ജേക്കബ് തോമസ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. എങ്കിലും രാജീവിന്റെ ഒറ്റ പേരാണ് അവസാനം നിർദ്ദേശിക്കപ്പെട്ടത്. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭാ അംഗമായ മറുനാടൻ മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. 2ാം മോദി സർക്കാരിൽ IT വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം രാജ്യസഭാ അംഗമായ ശേഷമാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സംഘപരിവാറിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് സാധാരണ ബി.ജെ.പി. അധ്യക്ഷന്മാർ ആകാറുള്ളത്. ആ പശ്ചാത്തലം ഇല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്.